Welcome to Happy Life TV. മക്കളെ നമ്മളെല്ലാവരും സ്നേഹിക്കുന്നവരാണ്. പക്ഷെ ആ സ്നേഹം അവർക്ക് കിട്ടുന്നു എന്നതിന് നമ്മുടെ അടുത്ത് എന്ത് തെളിവാണുള്ളത്? How we are sure that they are getting our love? നമ്മുടെ സ്നേഹം അവർക്ക് കിട്ടുന്നു എന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ നമ്മുടെ അടുത്തുണ്ടോ? എപ്പോഴെങ്കിലും നമുക്കത് നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ടോ? അത് അല്ലാത്ത പക്ഷം നമ്മൾ എങ്ങനെയാണ് ആ ഒരു സ്നേഹം അവർക്ക് കിട്ടുന്നു എന്ന് എങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും? കാരണം സ്നേഹത്തെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കൾക്കുള്ള സ്നേഹത്തിൻ്റെ സങ്കല്പമായിക്കൊള്ളണമെന്നില്ല മക്കൾക്ക്. സ്നേഹമെന്ന പേരിൽ നമ്മൾ മക്കൾക്ക് കൊടുക്കുന്ന പലതും അവരുടെ കൺസെപ്റ്റിൽ സ്നേഹമല്ല എന്നുള്ളതാണ്. വളർന്നു വരുന്ന മക്കൾക്ക് രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്നേഹം എന്ന് പറയുന്നത് പ്രസൻസാണ്. ഫിസിക്കൽ പ്രസൻസ്, ശാരീരികമായ സാന്നിധ്യമാണ്. വി ഷുഡ് ബി അവൈലബിൾ വിത്ത് ദം ഫോർ ദം. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഫോർ പാർട്ട് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. പലപ്പോഴും നമ്മൾ നമ്മുടേതായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവരുടെ അടുത്തുണ്ട്. വി ആർ വിത്ത് ദം ബട്ട് ഫോർ അസ്. നമ്മൾ അവരുടെ കൂടെയാണ് ഉള്ളത്, പക്ഷേ നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണുള്ളത്. അതല്ല ബന്ധത്തിൻ്റെ ക്വാളിറ്റി. മക്കളുമായുള്ള ബന്ധത്തിൻ്റെ ക്വാളിറ്റി, സ്നേഹത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് അതല്ല. അവർക്ക് വേണ്ടി അവരോടൊപ്പം ഉണ്ടാവണമെന്നുള്ളതാണ്. ഒരു സ്റ്റോറി വായിച്ച് ഞാൻ ഓർക്കുകയാണ്. ഒരു സ്കൂളിൽ ഒരു ടീച്ചർ എല്ലാവരോടും എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു, ഭാവിയിൽ ആരാവണം എന്നതിനെക്കുറിച്ച്. നിങ്ങൾക്ക് എന്താവാനാണ്, ആരാവാനാണ് ആഗ്രഹം എന്നത് എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. പറഞ്ഞ സമയത്ത് ഒരു കുട്ടി പിറ്റേ ദിവസം വന്ന സമയത്ത് എഴുതി കൊണ്ടുവന്നിട്ട്, എനിക്ക് TV ആവാനാണ് ആഗ്രഹം, ടെലിവിഷൻ ആവാനാണ് എനിക്ക് ആഗ്രഹം. എന്നിട്ട് അതിൻ്റെ കാരണവും അതിൻ്റെ താഴെ കുട്ടി എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എല്ലാവരും ഒന്നിച്ചിരുന്ന് കാണുന്ന ഒരേ ഒരു വസ്തു എന്ന് പറയുന്നത് TV ആണ്. എന്നോടൊപ്പം സമയം ചെലവഴിക്കാൻ അവർക്കൊരിക്കലും സാധിക്കാറില്ല. എന്നോടൊത്ത് സഹവസിക്കാൻ അവർക്ക് സാധിക്കാറില്ല, സമയം കിട്ടാറില്ല. അവർക്ക് ആകെ സമയം കിട്ടുന്നത് വീട്ടിലെല്ലാവരും ഒന്നിച്ച് കാണുന്ന ഒരേ ഒരു വസ്തു എന്ന് പറയുന്നത് TV ആണ്. ഞാൻ TV ആയി മാറിയാൽ പിന്നെ എന്നെ എല്ലാവരും നോക്കുമല്ലോ എന്ന സങ്കടത്തോടു കൂടെയാണ് കുട്ടി അത് എഴുതി വെച്ചത്. ഏതാണ് എൻ്റെ ഈ ക്ലാസ്സിൽ ഇങ്ങനെയുള്ളൊരു കുട്ടി എന്നറിയാൻ വേണ്ടി കൗതുകത്തോടെ അവസാന ഭാഗത്തേക്ക് നോക്കിയപ്പോഴാണ് ആ ടീച്ചർ ഞെട്ടിപ്പോയത്. അത് ആ ടീച്ചറിൻ്റെ തന്നെ കുട്ടിയായിരുന്നു. ആ ടീച്ചറുടെ തന്നെ ക്ലാസ്സിൽ പഠിക്കുന്ന ടീച്ചറുടെ സ്വന്തം കുട്ടിയായിരുന്നു. ആ ടീച്ചർ ആലോചിച്ചു, സത്യമാണല്ലോ ഈ കുട്ടി പറഞ്ഞത്. കുട്ടി പറഞ്ഞത് സത്യമാണല്ലോ, എൻ്റെ വീട്ടിൽ നടക്കുന്നത് ഇങ്ങനെ തന്നെയാണല്ലോ എന്ന് വിചാരിച്ചു. ഇതേപോലെ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ. ആ കുട്ടികൾ സത്യം പറഞ്ഞാൽ വളർന്നു വരുന്ന കുട്ടികൾ അവരുടെ വൈകാരികമായ ആ മാനസികമായ വളർച്ചയ്ക്ക് പിതാവിൻ്റെ കൂടെയുള്ള, മാതാവിൻ്റെ കൂടെയുള്ള, കുടുംബത്തോടൊപ്പമുള്ള ഒന്നിച്ചുള്ള സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതേപോലത്തെ മറ്റൊരു സ്റ്റോറി എല്ലാവരും കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള മറ്റൊരു കഥയുണ്ട്. ഒരു തവണ ഒരു പിതാവ് വീട്ടിലേക്ക് വന്ന സമയത്ത് മകൻ ചോദിച്ചു, അച്ഛൻ 1 മണിക്കൂർ ജോലി ചെയ്താൽ എത്ര കാശ് കിട്ടും? അച്ഛൻ പറഞ്ഞു, 1 മണിക്കൂർ ജോലി ചെയ്താൽ എനിക്ക് 100 രൂപ കിട്ടും. ആ മകൻ ഉടനെ ചോദിച്ചു, അച്ഛൻ എനിക്കൊരു 50 രൂപ തരുമോ? അച്ഛൻ ചോദിച്ചു, എന്തിനാണ് നിനക്ക് 50 രൂപ? എന്തിനാണ് നിനക്ക് 50 രൂപ? എടാ, നിനക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയൊക്കെ കാശിൻ്റെ എന്ത് കാര്യമാണ്? എൻ്റെ എല്ലാ കാര്യം ഞാൻ ചെയ്തു തരുന്നില്ല എന്നൊക്കെ ചോദിച്ച് ആ മകനെ ദേഷ്യത്തോടു കൂടെ പറഞ്ഞയച്ചു. ആ മകൻ്റെ റൂമിലേക്ക് പോയി. അച്ഛൻ റൂമിൽ ചെന്ന് കുളിച്ച് ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഒരു വല്ലാത്തൊരു സങ്കടം തോന്നി. എന്നാലും എൻ്റെ മകൻ ചോദിച്ചിട്ട് 50 രൂപ ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ലല്ലോ, എൻ്റെ കയ്യിൽ ഒത്തിരി കാശൊക്കെ ഉണ്ടല്ലോ. ആ ഒരു സങ്കടത്തോടെ മകൻ്റെ റൂമിൽ ചെന്ന് അവൻ ഉറക്കിലേക്ക് പോയിട്ടുണ്ടോ, ഉറങ്ങിപ്പോയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് പതുക്കെ ചെന്ന് അവനെ വിളിച്ചു നോക്കുന്ന സമയത്ത്, മോനെ നീ ഉറങ്ങിയോ എന്ന് പതുക്കെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അച്ഛൻ ഞാൻ ഉറങ്ങിയിട്ടില്ല, ഇതാ മോനെ നിനക്ക് 50 രൂപ എന്ന് പറഞ്ഞ് തിരിഞ്ഞ് അവൻ എഴുന്നേറ്റിരുന്ന് ആ അച്ഛൻ്റെ കയ്യിൽ നിന്ന് 50 രൂപ വാങ്ങി. അവൻ്റെ തലയിണയുടെ താഴെ 5 രൂപയുടെയും 10 രൂപയുടെയും വേറെ കുറേ നോട്ടുകളുണ്ടായിരുന്നു. അതെല്ലാം കൂടെ വാരി പിടിച്ച് ഈ 50 രൂപ കൂടെ ചേർത്തിട്ട് അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു, അച്ഛാ ഇപ്പോൾ 100 രൂപ ആയിട്ടുണ്ട്, ഇപ്പോൾ 100 രൂപ ആയിട്ടുണ്ട് അച്ഛാ. നാളെ അച്ഛൻ 1 മണിക്കൂർ എനിക്ക് വേണ്ടി ചെലവഴിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് സങ്കടത്തോടു കൂടെ അച്ഛൻ തിരിച്ചറിയുന്നത്, എൻ്റെ സമയത്തിന് വേണ്ടിയില്ല, എൻ്റെ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള ആ വല്ലാത്ത ഒരു സ്നേഹത്തിനുള്ള ഒരു ദാഹമായിരുന്നു എൻ്റെ മകനിലുണ്ടായിരുന്നത്. അത് സത്യമാണ്. കാരണം ജീവിതം എന്ന് പറയുന്നത് ജോലിയല്ല, ജീവിതം എന്ന് പറയുന്നത് പ്രൊഫഷനല്ല, ജീവിതം എന്ന് പറയുന്നത് ബിസിനസ്സല്ല, ജീവിതം എന്ന് പറയുന്നത് കുടുംബമാണ്.
കുടുംബത്തിലാണ് ജീവിതമുള്ളത്. മക്കളോടൊപ്പം സമയം ചെലവഴിക്കാൻ, മക്കൾക്ക് വേണ്ടി മക്കളോടൊപ്പം, കുടുംബത്തിന് വേണ്ടി കുടുംബത്തോടൊപ്പം, ബിസിനസ്സിൻ്റെ ഒത്തിരി കാര്യങ്ങൾ ഫോൺ ചെയ്തുകൊണ്ട് കുടുംബത്തോടൊപ്പം യാത്ര പോകുന്നത് ഫാമിലി ടൈമായിട്ട് കൂട്ടുകയില്ല. ഫാമിലിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി അവരോടൊപ്പം യാത്രകളും തമാശകളും ഒക്കെയായി കളിക്കുന്ന, അങ്ങനെ വളരുന്ന ഒരു ബന്ധമാണ് നമുക്ക് നമ്മുടെ കുടുംബജീവിതങ്ങളിൽ അതിന് പ്രാധാന്യം കൽപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് വളർന്നു വരണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മക്കളുടെ മാനസികമായ വളർച്ച, ഒരു സെൻസ് ഓഫ് സ്ട്രെങ്തി ഫീലിംഗ് അവർക്ക് കിട്ടും. സൈക്കോളജിസ്റ്റുകൾ അങ്ങനെയാണ് പറയുന്നത്. ഒരു വല്ലാത്ത ശക്തമായ ഒരു ബോധം അവർക്ക് കിട്ടും. എന്നെ സപ്പോർട്ട് ചെയ്യാൻ, എനിക്ക് വേണ്ടി എന്തിനും എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്, മാതാവ് കൂടെയുണ്ട്, എൻ്റെ ചേട്ടന്മാരും ചേട്ടത്തികളും കൂടെയുണ്ട്. ആ ഒരു സ്ട്രെങ്തി ഫീലിങ്ങിലേക്ക് ആ കുട്ടി വളർന്നു വരും. ഇത് അവൻ്റെ പഠനത്തിലും സ്വഭാവത്തിലും എല്ലാ വിഷയങ്ങളിലും ഉയർന്ന് ചിന്തിക്കുവാനും പഠിക്കുവാനും ഒക്കെ അവന് സഹായിക്കുന്നതാണെന്ന് സൈക്കോളജിസ്റ്റുകൾ പറയുന്നുണ്ട്. അതിന് നമുക്ക് സാധിക്കട്ടെ ആശംസിക്കുന്നു. മറ്റു വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡുകൾ വീണ്ടും കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് TV.